സർക്കിൾ എന്ന ചാപ്റ്റർ എല്ലാ കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. എന്നാൽ അതിൻ്റെ ഓരോ തിയറംസും ഓരോ കൺസെപ്റ്റുകളും കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും സർക്കിൾ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ഓണ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഓണം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ തിയറത്തിൻ്റെയും കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു റൈറ്റ് ആംഗിളിൻ്റെ ആയിരിക്കും. ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി എന്ന് പറഞ്ഞ ആസ് എ ഡയമീറ്റർ, എ ബി ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതൊരു സെമി സർക്കിൾ വരച്ചാലും കറക്റ്റ് ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു സെമി സർക്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതൊരു സെമി സർക്കിളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ആംഗിൾ എടുത്തു. ഈ ആംഗിൾ ഡയമീറ്ററിൻ്റെ എൻ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഏതൊരു ആംഗിളും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സെമി സർക്കിളിലേക്ക് പോകുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിൾ ഇങ്ങോട്ടാണ് വരയ്ക്കണമെന്ന് വെച്ചോ, ഇതിങ്ങനെ വരയ്ക്കുവാണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിലെ ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? പി ക്യു ആർ എന്ന് പറഞ്ഞാൽ ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ആംഗിളിന് സെമി സർക്കിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് ഓർമ്മ വരിക. ഇവിടെ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ നമ്മളൊരു സെമി സർക്കിൾ വരച്ചു. ഈ സെമി സർക്കിളിനകത്ത് വരുന്ന എ ബി സി എന്ന് പറഞ്ഞ സെമി സർക്കിൾ. ഈ സെമി സർക്കിളിൻ്റെ ആംഗിൾ എപ്പോഴും ഈ സെമി സർക്കിളിനകത്തായതുകൊണ്ട് ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ഈ ട്രയാങ്കിൾ എപ്പോഴും എന്തായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ എക്സാമ്പിൾ ഇങ്ങനെ വരും. ഇപ്പോൾ ഒരു സെമി സർക്കിളിൽ നമ്മളിങ്ങനെ വരയ്ക്കുവാണ്. ഈ സെമി സർക്കിളിൻ്റെ ഇവിടെ വരുവാണ്. ഇത് 90 ഡിഗ്രി. ഈ ആംഗിൾ സി എന്ന് പറഞ്ഞ പോയിന്റ് എ സി ബി, ഇവിടെ എ സി ബി ആണെങ്കിൽ ആംഗിൾ സി, ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ സി ഇസ് ദ പോയിന്റ്. ഇപ്പോൾ ആംഗിൾ സി അല്ലെങ്കിൽ ഇവിടെ വരുന്ന സി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ആയിരിക്കും? സി ഇസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ ആയിരിക്കും. സി ഇസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ ആയിരിക്കും. കാരണം ആംഗിൾ സി സമം 90 ഡിഗ്രി ആയതുകൊണ്ട് സി ഇസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ. ഒരു സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇതാണ് സർക്കിളിൻ്റെ സെൻറ്ററിങ്. സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് 10 സെൻറ്റിമീറ്റർ. റേഡിയസ് നമുക്ക് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ സർക്കിൾ അറ്റ് എ റേഡിയസ് 10 സെൻറ്റിമീറ്റർ മേക്ക് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി അറ്റ് എ പോയിന്റ് ഓൺ ദ ഓപ്പോസിറ്റ് ആർക്ക്. അതായത് ഈ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക് വരയ്ക്കുമ്പോൾ അവിടെ വരുന്ന ആംഗിൾ 80 ഡിഗ്രി, 18 ഡിഗ്രിയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക്? അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുന്ന ഈ ലെന്ത്, ആ ലെന്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 18 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക്, ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതാണ് എന്ത്? 18 ഡിഗ്രി അതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആർക്ക്, ഈ 18 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആർക്ക് ലെന്ത് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം റേഡിയസും ആർക്ക് ലെന്ത് തമ്മിലുള്ള ബന്ധം എന്താ? അപ്പം ആർക്ക് ലെന്ത് എൽ എന്ന് പറയുന്നത്, ആർക്ക് ലെന്തിന് എൽ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് ലെന്ത്. ആർക്ക് ലെന്ത് എൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2πr, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ 2πr ഇൻറ്റു x ഡിഗ്രി ബൈ 360 ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ നമ്മൾ നോക്കാം, ഇത് മൊത്തത്തിലുള്ള മെഷർമെൻറ്റ് എത്രയാണ്? 360 ഡിഗ്രി. അപ്പം ഈ ഒരു ആംഗിൾ, ഈ ആർക്ക് ലെന്ത് ഉൾപ്പെടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 18 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 36 ഡിഗ്രി ആയിരിക്കില്ലേ? അപ്പോൾ ഇത് മൊത്തത്തിലുള്ള മെഷർമെൻറ്റ് 360. ആ 360 നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്ന സെക്ടറിൻ്റെ ആംഗിളാണ് 36 ഡിഗ്രി വരുന്നത്. കാരണം ഈ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിയുടെ സെൻട്രൽ ആംഗിളാണ് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 18 ഡിഗ്രിയാണ്, ഇവിടെ എത്രയായിരിക്കും മക്കളെ? 36 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ഈ ലെന്ത്, ഈ ആർക്ക് ലെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആർക്ക് ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയാണോ അതിൻ്റെ ചെറിയൊരു പാർട്ടാണ് അല്ലേ? അപ്പോൾ ആ സർക്കംഫറൻസിൽ നിന്ന് എത്ര ഡിഗ്രി നമ്മൾ എടുത്തേക്കണേ?
സെൻട്രൽ ആംഗിൾ 36 ഡിഗ്രി. എത്രേനെ ഡിവൈഡ് ചെയ്തു? 360 ചെറിയൊരു പോർഷനാണ് 36 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ x ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി വരും. ഇനി റേഡിയസ് r നമുക്ക് തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. നേരെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ. അപ്പം നമ്മുടെ ആർക്കിൽ എന്ത് എല്ലെന്ന് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രി വരും. ഇത് 360 ഡിഗ്രി വരും. ഈ ആറിന് നമ്മളിവിടെ 10 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇവിടെ ഇൻറ്റു 10, ഇവിടെ 10 കൊടുത്തു. അപ്പം നിങ്ങൾ നോക്കി, ഈ 10ന്റെ 0 ഇത് വെട്ടിപ്പോവും, 36 വെട്ടിപ്പോവും. അപ്പം നമുക്കിവിടെ റേഡിയസ് ലെന്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഈ 2π മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ലെന്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2π വരും. അപ്പോൾ ലെന്ത് ഓഫ് ആൻ ആർക്ക് 2π. ഇനി പൈയുടെ വാല്യൂ 3.14 വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളോടെ ചെയ്യാം. നമ്മൾ ഓരോ പ്രോബ്ലവും സർക്കിൾ പഠിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് അതുപോലെ എക്സാമ്പിൾ നമ്പറുകൾ മാറ്റി നമ്മൾ ചെയ്ത് പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും, നന്നായി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ശരിക്കും മാത്സ് പഠിക്കുമ്പോൾ പ്രോബ്ലം അല്ല, ഇനിയുള്ള കാലത്ത് നമ്മൾ പ്രോബ്ലം മാത്രം പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. കാരണം ക്വസ്റ്റ്യൻ്റെ മോഡലും പാറ്റേണും എല്ലാം മാറി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് ഒരു സർക്കിളിൻ്റെ റേഡിയസ്. നമുക്ക് ഇവിടെ സെയിം ക്വസ്റ്റിനകത്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് 4 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞാണ് ഇവിടെ ആംഗിൾ മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എല്ലാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. നമ്മുടെ ആൻസർ എന്താ മക്കളെ? ഇതിന് പേര് കൊടുത്തു, AOB എന്ന് പേര് കൊടുത്തു. ഇവിടെ C. ഇനി നമുക്ക് എന്തറിയാം? വാട്ട് ഈസ് ദ ലെന്ത് ഓഫ് ആൻ ആർക്ക്? ഈ ആർക്കിൽ എന്ത് കണ്ടുപിടിക്കാം? ഈ ആംഗിൾ 9 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഡിഗ്രി ആവും. അപ്പോൾ നമ്മുടെ ഈ ആർക്കിൽ എന്തിന്റെ ഫോർമുല എന്താ? സെയിം മോഡൽ എന്താ എഴുതുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് 2πr ഇൻറ്റു എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ആദ്യം ചെയ്ത അതേ സാധനം തന്നെ, അവിടെ ആംഗിൾ മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ റേഡിയസ് കൊടുക്കണം. റേഡിയസ് തന്നിട്ടില്ലേ? 2π കൊടുത്തു. r എത്രയും നമുക്ക് തന്നേക്കണം? 4 റേഡിയസ്. സെൻട്രൽ നിന്ന് സർക്കിളിൻ്റെ ഒരു എൻ പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് റേഡിയസ് എന്ന് പറഞ്ഞത്. അതായത് ഈ 0യും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അതും ഇത് തന്നെ എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. അപ്പം 2πr എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇവിടെ 4. എക്സ് നമ്മൾ ആംഗിൾ സെൻട്രൽ ആംഗിൾ എത്രയാണ്? എപ്പോഴും തരണ ആംഗിൾ ഏത് ആംഗിളാന്ന് നോക്കണം. സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ പിന്നെ ഡബിൾ എടുക്കരുത്, നേരെ എഴുതാമുള്ളൂ. സെൻട്രൽ ആംഗിൾ 18 ഡിഗ്രി വരും. ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. 360 എടുക്കാൻ കാരണം എന്താണ്? മൊത്തത്തിലുള്ള ഈ സർക്കിളിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് 360 ആണ്. ആ 360ൻ്റെ ചെറിയൊരു പാർട്ടാണ് 18 വരുന്നത്. ആ സെക്ടർ ഉൾപ്പെടുന്നതിൻ്റെ ആർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം നോക്കിക്കേ, നിങ്ങൾ തന്നെ പറഞ്ഞേ, 2πr എന്ന് പറഞ്ഞ 4 ഇവിടെ ഇൻറ്റു 18 ബൈ 360 വരും. ഈ 18 36 കൂടെ വെട്ടി കഴിയുമ്പോൾ ദാറ്റ് ഈസ് 2. 18 2 36. ഈ 0 അങ്ങനെ തന്നെ എഴുതി. ഇനി 4ഉം ഈ 20ഉം കൂടെ വെട്ടി കഴിയുമ്പോൾ 5 വരും. നിങ്ങളത് ചുമ്മാ എഴുതിയാലും മതി, തെറ്റാതെ എഴുതണമെന്ന് മാത്രം കേട്ടോ. വെട്ടി കുറച്ച് എഴുതിയാൽ തെറ്റിക്കരുത്. അപ്പോൾ നമ്മൾ 2π വരും. ഇവിടെ ബാലൻസ് 2π ബൈ 5 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 2/5 എന്ന് പറഞ്ഞാൽ 0.4 അല്ലേ? 0.4π വരും നമ്മുടെ ലെന്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങളൊരു എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. നമ്മുടെ L1 വീഡിയോയിൽ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്കും എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓരോന്നും പഠിക്കാൻ പറ്റും. ABC ഇവിടെ നമുക്ക് തന്നേക്കണം ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 6 ആണ് തന്നേക്കണം. റേഡിയസ് 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആർക്കിൽ എന്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇതുപോലെ എക്സാമ്പിൾ ചെയ്യണം. നമ്മുടെ L1 വീഡിയോ എങ്ങനെയാണ്? ഓരോന്നിനും എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ L1 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് L2 വീഡിയോ ടെസ്റ്റിലെ ക്വസ്റ്റ്യനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ലെവൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ന ABC ആർ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും C എന്ന് പറയുന്നതും ഈ സർക്കിളിലെ 3 പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ വിത്ത് സെൻറ്റർ നമുക്ക് O എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്ന ആംഗിൾ എന്താ? OAC എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് OCA ആണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC കണ്ടുപിടിക്കണം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ABC. ABCയിലെ ഈ ആംഗിൾ
ബി കണ്ടുപിടിക്കണം, ആംഗിൾ എ ബി സി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? ഈ എ സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ മക്കളെ, ഈ ആംഗിൾ എ എന്ന് പറയണ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഫസ്റ്റ് ആംഗിൾ ഒ സി എ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണെന്ന് നോക്കിയേ, ഈ ഒ എ ഈക്വൽ ടു ഒ സി അല്ലേ? കാരണം ഈ ഒ എന്ന് പറഞ്ഞ സെന്റർ ഓഫ് സർക്കിൾ ആണ്, ഒ എ എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, ഒ സി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. രണ്ട് റേഡിയസും ഒരു സർക്കിളിന്റെ ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ എ ഈക്വൽ ടു ഒ സി ഈക്വൽ ടു റേഡിയൈ ആണ് അല്ലേ? റേഡിയസ് ഓഫ് എ സർക്കിൾ ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിളാ? ഐസോസലസ് ട്രയാങ്കിളാ. അങ്ങനെയാണെങ്കിൽ ഐസോസലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വലാന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ഒ സി എ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 30 ആയിരിക്കും. കാരണം ഈ എ ഒ സി എന്ന് പറയുന്നത് ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് സൈഡും എന്താണ്? റേഡിയസ് ആണ്, ഈക്വൽ ആണ്. അപ്പൊ ഒ എ സി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം നമുക്ക്? ഒ എ സി ഈസ് എ ഐസോസലസ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഈസ് ഐസോസലസ് ട്രയാങ്കിൾ. ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ബേസ് ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ therefore ആംഗിൾ ഒ സി എ ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പൊ മൊത്തം ഒരു ട്രയാങ്കിളുടെ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് 30 നമുക്ക് തന്നേക്കണത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ആംഗിൾ എ ഒ സി ഈക്വൽ ടു 180 മൈനസ് 30 എത്ര? 60. അപ്പൊ 30 60 വരും. ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടി. അപ്പൊ 30 60 ടോട്ടൽ എത്രയെന്ന് കുറയ്ക്കണം? 180 കുറയ്ക്കണം. അപ്പൊ 180 60 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആയി. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നേക്കണ ഈ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഇതിന്റെ ഈ ആർക്കിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്ക്, ഇതിന്റെ എ സി എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരുന്ന ആംഗിൾ അല്ലേ ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കണേ? ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ ആംഗിൾ എ ഒ സി. അപ്പൊ ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 120ന്റെ പകുതി 60 ഡിഗ്രി വരും. അപ്പൊ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞ മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രിയുടെ പകുതി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എ സിയും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് എ സി കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയ മക്കളെ, ഈ ആംഗിൾ 120 ആണെങ്കിൽ ഇവിടെ നമുക്ക് 60 കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ എ ബി ഈക്വൽ ടു എ സി അല്ലേ? എ ബി ഈക്വൽ ടു ബി സി ആണ്. കാരണം ഈ രണ്ട് സൈഡും 5 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവണം. ഈക്വൽ ആകണമെങ്കിൽ ഈ ആംഗിൾ എത്ര? 60 ഡിഗ്രി അല്ലേ? ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്ക് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എത്രയായിരിക്കും? ഈ ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പൊ 180യിൽ നിന്ന് 60 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 120 വരും. അതായത് 180 മൈനസ് 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി വരും. ഇനി 120 ഡിഗ്രി ആണെങ്കിൽ ഈ ഓരോ ആംഗിളും എത്രയായിരിക്കും? നേരെ അതിന്റെ പകുതി ആയിരിക്കും, 60 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിൾ എ എന്ന് പറയുന്നതും അതായത് ആംഗിൾ ബി എ സി, ഈ ബി എ സിയും ആംഗിൾ ബി സി എയും ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ മൊത്തത്തിൽ 60 ആണ്, ഈ ആംഗിൾ മൊത്തത്തിൽ 60 ആണ്. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്തായിരിക്കും? ഇക്വലാട്രൽ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാട്രൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 3 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഈ എ സി എന്ന് പറയുന്ന സൈഡും ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ലെങ്ത് ഓഫ് എ സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ വരുന്ന ഒരു ഇക്വേഷൻ ആണിത്. സെൻട്രൽ ആംഗിളും നമ്മുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളും ഹാഫ് ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന്.
അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൺസെപ്റ്റുകൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഓരോന്നോരോന്ന് കൊടുത്തു വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ആകും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി ഒ ഡി എത്രയാണെന്ന് ചോദിച്ചേക്കണേ. ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെന്റർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എ സമം 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഒ ഡി എത്രയായിരിക്കും? കാരണം ഇവിടെ നോക്കി ഈ ബി എന്ന് പറയുന്ന സെയിം ഓൾട്ടർനേറ്റ് ആർക്കാണിലേക്ക് പോകുന്ന ആംഗിൾ ആണ് 70 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര ആംഗിൾ ആണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും എന്ന് പറയുന്നത് ആംഗിൾ ബി ഒ ഡി. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഓൾട്ടർനേറ്റ് ആർക്ക് എത്രയാണോ ആംഗിൾ എത്രയാണോ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ? 140 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 140 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കറിയാം ഈ ആംഗിൾ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആണ്. കാരണം എന്താ? ആംഗിൾ എ ബി സി ഡി ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ആയതുകൊണ്ട് എന്താണ് അതിന് കാരണം? എന്താ? ഈ ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടെക്സും സർക്കിളിനകത്താണ്. എ എന്ന് പറയുന്നത് ബിയും സിയും ഡിയും ഈ സർക്കിളിലെ വെർട്ടെക്സുകളാണ്. അങ്ങനെ 4 വെർട്ടെക്സും സർക്കിളിനകത്താണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന് നമ്മൾ എന്ത് പറയും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ ഇത് എ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞത് 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 ഡിഗ്രി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി വരും നമുക്ക് ആംഗിൾ സി. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ അപ്പം 110 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ. In the picture below, the triangle is drawn joining the end of a diameter of the circle. ഇപ്പോൾ നമ്മളൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നേക്കുവാണ് ഒരു സർക്കിൾ. ആ സർക്കിളിന്റെ ഡയമീറ്റർ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുവാണ്. ദെൻ ദ അനദർ പോയിന്റ് ഓൺ ദ സെമി സർക്കിൾ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പിക്ചറിനകത്ത് നമ്മളൊരു സെമി സർക്കിളാണ്. ആ സെമി സർക്കിളിന്റെ ഡയമീറ്ററുകൾ ജോയിൻ ചെയ്ത് ആ സെമി സർക്കിളിലേക്ക് ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഒരു പിക്ചറിനകത്ത് എന്താ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ഏരിയ ഓഫ് ദ ബ്ലൂ ക്രസന്റ്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എടുത്ത് നമ്മളൊരു സ്മോൾ സെമി സർക്കിളും വലിയ സൈഡ് എടുത്ത് ഒരു ബിഗ് സെമി സർക്കിളും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ബ്ലൂ ക്രസന്റിന്റെയും ഇവിടെ നമ്മൾ റെഡ് ക്രസന്റ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്ലൂ ക്രസന്റ്, ഈ ബ്ലൂ കളറും ഇത് റെഡ്, ഈ രണ്ട് സൈഡ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ ക്രസന്റ് ആൻഡ് റെഡ് ക്രസന്റ്. ഈ രണ്ട് ഏരിയയും കൂടെ കൂട്ടുന്നത് എന്തിന്റെ ഏരിയ എന്ന് പ്രൂവ് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സെമി സർക്കിളിൽ വരുന്ന ട്രയാങ്കിൾ എ ബി സി, നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി എന്ന് പറയുന്നത്. ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. ഇനി എന്തിനോട് തുല്യമാണ്? ഈ ബ്ലൂ ക്രസന്റിന്റെ ഏരിയയ്ക്ക് നമുക്ക് A1 എന്ന് കൊടുക്കാം. ഇനി റെഡ് ക്രസന്റിന്റെ ഏരിയയ്ക്ക് നമുക്ക് A2 എന്ന് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ മക്കളെ പ്രൂവ് ചെയ്യേണ്ടത്? അതായത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബ്ലൂ ക്രസന്റ് പ്ലസ് ഏരിയ ഓഫ് റെഡ് ക്രസന്റ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലൂ ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ പോർഷന്റെ ഏരിയയും ഈ റെഡായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷന്റെയും ഏരിയയ്ക്ക് തുല്യമാണ്. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയയ്ക്ക് എ എന്ന് കൊടുത്തു. ഈ ബ്ലൂ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന് A1 കൊടുത്തു ഏരിയ. ദെൻ അടുത്ത് ഈ റെഡ് ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന് A2 എന്നും കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് A ഈക്വൽ ടു A1 പ്ലസ് A2 ആണ് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് നോക്കാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയയിലേക്ക് പോകാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും എന്താ നോക്കിയേ. ഇവിടെ നമുക്ക് ഈ സെമി സർക്കിളാണ്. ഇവിടെ നമുക്കിതൊരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിന്റെ ഏരിയയിൽ ഈ ഒരു പോർഷന് നമ്മൾ എക്സ് എന്നും ഈ ഒരു പോർഷന് വൈ എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വരുന്ന ഈ ഒരു സെമി സർക്കിൾ, ഇങ്ങനെ പോകുന്ന ഒരു സെമി സർക്കിൾ,
ഈ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ എക്സും ഈ വൈ പോർഷനും കുറച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആവൂലേ? അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എന്ന് പറയണം എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ സെമി സർക്കിൾ മൈനസ് എക്സ് മൈനസ് വൈ. അതായത് ഈ രണ്ട് ഏരിയയും കൂടെ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി, മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്താൽ മതി. അതായത് ഈ ഏരിയ എക്സ്, ഈ ഏരിയ വൈ. അപ്പൊ ഈ രണ്ട് ഏരിയയും കൂടെ കൂടുമ്പോൾ എസ് പ്ലസ് വൈ. ആ എസ് പ്ലസ് വൈ ഏതിൽ നിന്ന് കുറയ്ക്കണം? ഈ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഏതിന്റെ ഏരിയ? ട്രയാങ്കിളിന്റെ ഏരിയ. ദാറ്റ് ഈസ്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നത് ഒരു സെമി സർക്കിൾ. ഈ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഏത് പോർഷൻ കുറച്ചാൽ മതി നോക്കി? ഈ എക്സ് എന്ന പോർഷനും വൈയും കൂടെ ഉള്ള പോർഷന്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോർഷൻ നമ്മൾ എക്സ് എന്നും ഇതിന് വൈ എന്നും കൊടുത്തു. അപ്പൊ ഈ എക്സ് പ്ലസ് വൈ കുറച്ച് കഴിഞ്ഞാൽ ഈ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് എസ് പ്ലസ് വൈ കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആവൂലേ നമുക്ക്? ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഈ ഏരിയ നമ്മൾ ഈ സെമി സർക്കിളിന്റെ ഡയമീറ്ററിന് ഇവിടെ വരുന്ന ഈ ഡയമീറ്ററിന് നമുക്ക് എ എന്ന് കൊടുക്കാം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡയമീറ്റർ എ എന്ന് കൊടുത്തു. ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല തന്നെ പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ വരും. ഇത് അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ നമ്മുടെ റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈ സർക്കിളിന്റെ മൊത്തം ഡയമീറ്റർ ആയിട്ട് എടുത്തേക്കണേ. അപ്പൊ റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ആർ ഈസ് ഈക്വൽ ടു എ ബൈ 2 വരും. കാരണം ഡയമീറ്റർ എത്രയാണോ അതിന്റെ പകുതിയാണ്. അപ്പൊ ഈ ആറിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ വാല്യൂ കൊടുത്തു ഇവിടെ. അപ്പൊ എ ബൈ 2 ആണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ബൈ 2. ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വന്നു, മൈനസ് എക്സ് പ്ലസ് വൈ വന്നു. ഇനി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ ഇതിനെ പൈ അങ്ങനെ തന്നെ എഴുതി, ഇവിടെ തന്നെ എഴുതാം. പൈ അങ്ങനെ തന്നെ എഴുതി, എ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. 2ന്റെ സ്ക്വയർ 4 വരും. ആ 4ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ പൈ എ സ്ക്വയർ ബൈ 8 മൈനസ് ഏതാണ്? ഈ എസ് പ്ലസ് വൈ. അങ്ങനെ തന്നെ നമ്മൾ ഇറക്കി എഴുതി ഇക്വേഷൻ നമ്പർ, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പൊ ഒന്നുകൂടി പറയാം. ഇപ്പൊ നമ്മുടെ ഇത് മൊത്തത്തിലുള്ള ഏരിയ ആണ് സെമി സർക്കിളിന്റെ ഏരിയ. ആ സെമി സർക്കിളിന്റെ ഏരിയന്ന് ഈ എക്സ് എന്ന് പറയുന്ന പോർഷനും വൈയും കുറച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അതായത് എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ സെമി സർക്കിൾ മൈനസ് ഈ രണ്ട് പോർഷന്റെ സമ്മിന്റെ ഏരിയ കുറയ്ക്കണം, മൈനസ് എക്സ് പ്ലസ് വൈ ആയി. ഇനി സർക്കിളിന്റെ സെമി സർക്കിളിന്റെ ഏരിയ എന്നാ മക്കളെ? പൈ ആർ സ്ക്വയർ ബൈ 2 മൈനസ് എസ് പ്ലസ് വൈ ആയി. ഇനി ആർ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് എ എന്ന് പറയുന്ന ഡയമീറ്റർ ആക്കി എടുത്ത ഈ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയായിരിക്കും. അപ്പൊ ആർ എന്ന് പറയുന്നത് എന്ത് കൊടുത്തു? എ ബൈ 2 കൊടുത്തു. അപ്പൊ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ പൈ ഇൻറ്റു എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ബൈ 2 വരും. ഇനി എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വരും, 2ന്റെ സ്ക്വയർ 4 വരും. ആ 4ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരും. ദെൻ മൈനസ് ഏത് വരും? എക്സ് പ്ലസ് വൈ വരും. ദെൻ അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി നമ്മൾ ഈ രണ്ട് ഏരിയയും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഇനി നമ്മൾ അടുത്ത ഏരിയ ഏത് കണ്ടുപിടിക്കണം? A1 കണ്ടുപിടിക്കുക, A1 കണ്ടുപിടിക്കണം, A2 കണ്ടുപിടിക്കണം. ഇനി A1 എന്ന് പറഞ്ഞ് എന്ത് എഴുതാം നമുക്ക്? നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇതൊരു സെമി സർക്കിൾ അല്ലേ? ആ സെമി സർക്കിളിന്റെ ഇത് തൊട്ട് ഇവിടെ തൊട്ട് ഇങ്ങനെ വരുന്ന ഇതൊരു സെമി സർക്കിൾ ആണ്, ഇത്രയും വരുന്നത്. അപ്പൊ ഈ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഈ എക്സ് എന്ന് പറയുന്ന പോർഷൻ കുറച്ചാൽ നമുക്ക് ഈ ഏരിയ കിട്ടത്തില്ലേ? അപ്പൊ എന്താ എഴുതാം നമുക്ക്? ഏരിയ ഓഫ് A1. A1 എന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് ബ്ലൂ ക്രസന്റ് എന്തായിരിക്കും? ഈക്വൽ ടു ഏരിയ ഓഫ് ഈ സ്മോൾ സെമി സർക്കിൾ, ഏരിയ സ്മോൾ സെമി മൈനസ് എക്സ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? അതായത് ഇവിടം തൊട്ട് ഇവിടം വരുന്നതാണ് സ്മോൾ സെമി സർക്കിൾ. ആ ഈ എ ബി എന്ന് പറയുന്ന സൈഡ് ഡയമീറ്റർ ആയിട്ട് വരച്ചേക്കുന്നതാണ് ഈ സ്മോൾ സെമി സർക്കിൾ. അപ്പൊ ആ സ്മോൾ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ എക്സ് എന്ന് പറയുന്ന ഇത്രയും പോർഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് A1 ആവും. അതായത് A1 ഈക്വൽ ടു ഏരിയ ഓഫ് എ ബ്ലൂ ക്രസന്റ്. അത് എന്തിനോട് ഈക്വൽ ആണ്? ഏരിയ ഓഫ് എ സ്മോൾ സെമി സർക്കിൾ മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഈ സ്മോൾ സെമി സർക്കിളിന്റെ ഡയമീറ്റർ നമ്മൾ ബി ആയിട്ട് അങ്ങ് എടുത്തു. അപ്പൊ നമ്മുടെ ഏരിയ ഓഫ് സെമി സർക്കിൾ
ഏരിയ ഓഫ് എ സ്മോൾ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെയും പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്, മൈനസ് എക്സ് വരും. ഇവിടുത്തെ റേഡിയസ്, ഇവിടുത്തെ ഡയമീറ്റർ ബി ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും മക്കളെ? ബി ബൈ 2 ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കും പൈ ഇൻറ്റു ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്നാ വരും? പൈ ഇൻറ്റു ബി സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ 2 വരും, മൈനസ് എക്സ് വരും. ഇനി ഈ 4 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ വരും? പൈ ഇൻറ്റു ബി സ്ക്വയർ ബൈ 8 മൈനസ് എക്സ് വരും. ഇത് A1ന്റെ ഏരിയ ആയി നമ്മൾ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ഏതിന്റെ ഏരിയ കണ്ടുപിടിക്കണം? A2ന്റെ ഏരിയ ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ A2 എന്ന് പറയുന്നത് ഏതാ ശരിക്കും പറയണേ? ഈ ഏരിയ, അതായത് റെഡ് ക്രസന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് ഈ y കുറയ്ക്കുന്നതല്ലേ. അപ്പൊ എന്ത് വരും? ഏരിയ ഓഫ് എ സെമി സർക്കിൾ, ഏരിയ ഓഫ് എ സെമി സർക്കിൾ മൈനസ് സെമി സർക്കിളിന്റെ ഏരിയ എന്ന് ഏത് കുറച്ചാൽ മതി? മൈനസ് y കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ ഏരിയ ഓഫ് എ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏത് വരും മക്കളെ? ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്, മൈനസ് ഏതാണ്? ഈ ഒരു മൊത്തത്തിലുള്ള ഏരിയ എന്ന് ഈ റെഡ് ക്രസന്റിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് മൈനസ് y കുറച്ചാൽ മതി. അപ്പൊ ഈ മൈനസ് y കുറച്ച് കഴിയുമ്പോൾ ഈ ഏരിയ നമുക്ക് ഈ ഒരു പോർഷന്റെ ഏരിയ ആവും. ഈ ആ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ അവിടെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഈ റേഡിയസ് നമ്മൾ സി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് വരും? ഇപ്പൊ റേഡിയസ്, ഇത് ഡയമീറ്റർ, ഈ ഒരു ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ സർക്കിളിന്റെ ഡയമീറ്റർ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. അപ്പൊ ആർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? സി ബൈ 2 കൊടുക്കാം, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതി, മൈനസ് y അങ്ങനെ തന്നെ എഴുതി. കാരണം ഇവിടെ ഇതിന്റെ ഡയമീറ്റർ ആണ് എന്ത്? സി ആയിട്ട് നമ്മൾ കൊടുത്തേക്കണം. അപ്പൊ റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ അവിടെ സി ബൈ 2 വരും. അപ്പൊ ആ വാല്യൂ അവിടെ കൊടുത്തു. അപ്പൊ നമ്മൾക്ക് ആൻസർ എന്നാ വരും? പൈ ഇൻറ്റു സി സ്ക്വയർ ബൈ 4 ബൈ 2 മൈനസ് y വരും. ഇനി ഇത് രണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 2 നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ പൈ സി സ്ക്വയർ ബൈ 8 മൈനസ് y വരും. ഇക്വേഷൻ നമ്പർ 2 ആയി. അപ്പൊ നമ്മൾ A1ന്റെ ഏരിയ ആയി, A2ന്റെ ഏരിയ ആയി. ഇവിടെ നോക്കിയ മക്കളെ, A1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? പൈ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 മൈനസ് എക്സും, A2 എന്ന് പറയുന്നത് പൈ സി സ്ക്വയർ ബൈ 8 മൈനസ് വൈയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താന്ന് പ്രൂവ് ചെയ്യണം? ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. A1 പ്ലസ് A2 നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 മൈനസ് എക്സ്. ഇത് നമുക്ക് കിട്ടുമ്പോൾ പൈ ബി സ്ക്വയർ ബൈ 8 മൈനസ് എക്സ് പ്ലസ് രണ്ടാമത്തെ ആഡ് ചെയ്യുമ്പോൾ പൈ സി സ്ക്വയർ ബൈ 8 മൈനസ് വൈ. ഈ രണ്ട് ഏരിയയും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും ഇതാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ രണ്ടും നമുക്ക് ഒരുമിച്ചെടുക്കാം. അപ്പൊ പൈ ബി സ്ക്വയർ ബൈ 8 പ്ലസ് പൈ സി സ്ക്വയർ ബൈ 8 നമ്മൾ ഒരുമിച്ചെടുത്തു. ഇനി മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇത് രണ്ടും നമ്മൾ ബ്രാക്കറ്റിനകത്തായി. കാരണം രണ്ടിൻ്റെയും സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ ഒരു മൈനസ് പുറത്തേക്ക് എടുത്താൽ ഇതിൻ്റെ അകത്ത് എന്ത് വരും? ഇത് പോസിറ്റീവ് എക്സ് വരും, ഇതിൻ്റെ അകത്ത് പ്ലസ് വൈ വരും അല്ലേ? കാരണം ഇതിനകത്ത് രണ്ടിനകത്തും നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എക്സ് എഴുതാം, ഇവിടെ വൈ എഴുതി. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കുക, ഇതിനകത്ത് രണ്ടിനകത്ത് ആരാ കോമൺ? പൈ ബൈ 8 കോമൺ ആണ്. അപ്പോൾ നമ്മൾ പൈ ബൈ 8 പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ എന്നാ വരും നോക്കിയേ? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വരും, മൈനസ് ഓഫ് എസ് പ്ലസ് വൈ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ റൂൾ അനുസരിച്ച് ഇതിനകത്ത് ഈ പൈ ബൈ 8 ഈ പൈ ബൈ 8 നമ്മൾ കോമൺ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി വരുന്നത് ഇവിടെ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. ദെൻ ആൻസർ ആയി. നമുക്ക് ഫിഗർ ചെയ്യുന്ന 90 ഡിഗ്രി വരുമ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ? അതായത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ 90 ഡിഗ്രി സർക്കിളിനകത്ത് ഇതാണ് നമ്മൾ വരുന്ന ട്രയാങ്കിൾ. ഇതിനകത്ത് ഈ ഇത് കവർ ചെയ്ത് ഈ ഒരു ഏരിയ ഇതും ഈ ഒരു കവർ ചെയ്ത് ഇതുമാണ് നമ്മുടെ ഫിഗർ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് തന്നേക്കണ സൈഡ് എ, ഇത് നമ്മൾ എടുത്തേക്കണം ബി, ഇത് നമ്മൾ എടുത്തേക്കണം സി. അങ്ങനെയാണെങ്കിൽ ഈ സെമി സർക്കിളിലെ ആംഗിളാണ് വരുന്നത്. ഇത് 90 ഡിഗ്രി വരും അല്ലേ? 90 ഡിഗ്രിയാണ്. ഈ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം? എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലേ? ഇത് ഇതിൻ്റെ ഹൈപ്പോട്ടനസ് വരും, ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ബേസ് സൈഡ്. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും സ്ക്വയറിൻ്റെ സമല്ലേ? അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? ഈ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിനോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം?
എ സ്ക്വയർ കൊടുക്കും. ഓൾറെഡി നമ്മളിവിടെ നോക്കിയാൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു π/8 എ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ ആയി. കാരണം ഇതിന് പകരം നമ്മൾ എ സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ ആയില്ലേ നോക്കിയേ, π/8 എ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ ആയി. നമ്മുടെ ഈ ഇക്വേഷനും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഈ 1ഉം 2ഉം നിങ്ങൾ നോക്കിക്കുക, 2 ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഏരിയ, A1ഉം A2ഉം കൂടെ കൂടുമ്പോൾ നമ്മളോട് A ആണെന്നാ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പോൾ A1ൻ്റെയും A2ൻ്റെയും ഏരിയ കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്കത് എന്തിൻ്റെ ഏരിയ കിട്ടി? ദാറ്റ് ഈസ് എ ട്രയാങ്കിളിൻ്റെ ഏരിയ. അതായത് ഈ ബ്ലൂ ക്രസൻറ്റിൻ്റെയും ഇവിടെ വരുന്ന റെഡ് ക്രസൻറ്റിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണ് നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ A2 എടുത്തു, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ A1 എടുത്തു, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് A ആണ്. അപ്പോൾ നമ്മുടെ ആൻസറായി എന്ത്? π/8 എ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ എന്നുള്ള രണ്ട് ഇക്വേഷനും തുല്യമാണ്. അപ്പോൾ ദെയർഫോർ ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2.